ഫാത്തിമ അജ്മൽ വ്ളോഗ്സ്. ഇന്ന് നമ്മുടെ റംസാൻ സീരീസിലെ ഐറ്റം ഒരു പുഡിംഗ് ആണ് കേട്ടോ, മാംഗോ പുഡിംഗ്. സോ തുടങ്ങാല്ലേ. നമ്മുടെ മാംഗോ പുഡിംഗ് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ നോക്കിയാലോ. 2 മാംഗോ നന്നായി ക്ലീൻ ചെയ്ത് അരിഞ്ഞതായി എടുത്തതാണ്. ഇനി നമുക്ക് വേണ്ടത് 2 സ്പൂൺ കോൺഫ്ലവർ, പിന്നെ വേണ്ടത് 2 സ്പൂൺ പഞ്ചസാര, പിന്നെ 1 കപ്പ് പാലും. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും 1/2 കപ്പ് പഞ്ചസാരയും പിന്നീട് വേണ്ടത് 1 കപ്പ് പാലും എല്ലാം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ദേ ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്കിത് എടുക്കാനായിട്ട്. ഇനി ഒരു അരിപ്പ എടുക്കുക. ഈ മാങ്ങയുടെ സത്തും നാരും എല്ലാം വേർതിരിച്ച് മാറ്റാം. നന്നായി ഇനി അതിനെ ഫിൽട്ടർ ചെയ്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൽ കുറേശ്ശെ പാല് ചേർത്ത് കട്ട പിടിക്കാതെ ഇതേപോലെ കുറേശ്ശെ ഒഴിച്ചൊഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ശേഷം നമ്മൾ നന്നായിട്ട് അരിച്ച് വെച്ചിരിക്കുന്ന ആ മാങ്ങയുടെ പൾപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് കൈ എടുക്കാതെ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളവിടെ പാലൊഴിച്ച് മിക്സാക്കി വെച്ചേക്കുന്ന നമ്മുടെ കോൺഫ്ലവർ ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, കൂട്ടി വെക്കരുത്, അടിക്ക് പിടിക്കും. ഇനി നമുക്ക് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇതിനെ ഈ പരുവാവുന്നിടം വരെ നല്ലപോലെ ഇളക്കി കുറുക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ കിട്ടുന്നിടം വരെ ലാസ്റ്റ് ഇതിനെ കുറുക്കിയെടുക്കാം. ശേഷം ആ ബാറ്റർ ഇതുപോലെ നമുക്ക് ഏത് ഗ്ലാസ്സിലാണോ പുഡിങ് വേണ്ടത് ആ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് മാറ്റാം. ഇനി ഈ പുഡിങ്ങിനെ നമ്മളൊരു റാപ്പർ വെച്ചിട്ട് നന്നായി ഇതേപോലെ കവർ ചെയ്തെടുക്കാം. റാപ്പ് ചെയ്ത് സുന്ദരക്കുട്ടനായി കേട്ടോ. ഇനി ഈ പുഡിങ് നമ്മുടെ ഫ്രിഡ്ജിൽ ഒരു 2-3 hours വെക്കാം. മറക്കരുത്, ഫ്രിഡ്ജിലാട്ടോ, ഫ്രീസറിലല്ല. സെറ്റായി വന്നിട്ടുണ്ട്. കുറച്ച് ഡെക്കറേഷനൊക്കെ കൊടുത്ത് ആളെ ഒന്നുകൂടെ സുന്ദരക്കുട്ടപ്പനാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ മാംഗോ പുഡിങ്? കുഞ്ഞു മക്കൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പുഡിങ് ആട്ടോ. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. വളരെ സിമ്പിളായി വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് മാത്രം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ് ആട്ടോ. നമ്മൾ നന്നായി അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അടിപൊളി സ്വാദായിരുന്നു. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റിൽ അറിയിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക കൂട്ടുകാരെ. ലവ് യു ഓൾ. ബൈ ബൈ.